മോനെ ഉറങ്ങിയില്ലേ? പെങ്ങളെ മൂത്ത മോനാ. കൂട്ടുകാരന്റെ പേരെന്താ? പേര് പപ്പൻ. മോൻ പോയി ഉറങ്ങിക്കോ, കഞ്ഞിയാവുമ്പോ വിളിക്കാം. ഇപ്പോഴെങ്കിലും പേരറിഞ്ഞല്ല. പെങ്ങളുടെ ഭർത്താവ് അവിടെ ഇല്ലേ? മൂപ്പര് കുവൈത്തിലാ. ഓഹോ, അവിടെ വലിയ എണ്ണ കമ്പനിയൊക്കെ ഉള്ള ആളാ. അറബി. നല്ല മനുഷ്യനാട്ടോ. ഒറ്റ കുഴപ്പമുള്ളൂ, മൂപ്പരെ ഭാഷ ഒരു പിടിയും കിട്ടൂല. ഓല നാട്ടിലൊക്കെ പെണ്ണുങ്ങൾക്ക് ഇങ്ങോട്ടാണല്ലോ പൈസ. സൂറക്ക് നിക്കാൻ്റെ അന്ന് 5000 ഉറുപ്പ്യ കൊടുത്തു. അതുകൊണ്ട് ഈ വീടൊക്കെ ഒന്ന് നന്നാക്കി. ഇപ്പൊ പൈസ ഒന്നും അയച്ചിടാറില്ലേ? വരുമ്പോഴേ തരൂ. മൂപ്പര് ഹോട്ടലിൽ മുറിയെടുത്തിട്ട് സോറേനെ അങ്ങോട്ട് വിളിക്കുക ചെയ്യുക. ഞമ്മക്ക് ലുങ്കി ഉടുപ്പും ചായൻ്റെ പൈസയൊക്കെ തരും. അവസാനം വന്നു പോയിട്ടിപ്പോൾ 1.5 കൊല്ലായി. ഒരു വിവരവും ഇല്ല. നല്ല മനുഷ്യനാട്ടോ. നിങ്ങൾക്ക് നമ്മളെ ബാപ്പാനറിയാം? ഇല്ലല്ലോ. ബാബുഖാന്റെ ഡ്രൈവറായിരുന്നു. ഒരു ദിവസം ബാബുഖാന്റെ കൂടെ മംഗലാപുരത്ത് പോയതാ. കാർ അപകടത്തിൽ മയ്യത്തായി എന്നാ പറയുന്നത്. അവിടെ തന്നെയുള്ള ഏതോ പള്ളിപ്പറമ്പിൽ കബറടക്കി. ബാപ്പാന്റെ മരണത്തിൽ സംശയമുണ്ടെന്നും പറഞ്ഞ് ചില ബന്ധുക്കാരൊക്കെ വന്നിരുന്നു പോലീസ് പറയാൻ. ബാബുക്ക പറഞ്ഞു ഒന്നും വേണ്ടെന്ന്. നിങ്ങളെ അച്ഛനും അമ്മയൊക്കെ എവിടെയാ? അവരൊക്കെ കുറെ ദൂരത്താ. ബാപ്പയ്ക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അയ്യോ, ഇതെന്താ പറ്റി? ഒന്നുമില്ല, പിടിവലി പറ്റിയതായിരിക്കും. ഇവിടെ പുരട്ടാൻ മരുന്നൊന്നുമില്ലല്ലോ. സാരമില്ല, ഞാൻ പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കയറി ഡ്രസ് വെച്ചോളാം. ഹലോ, യെസ്. എപ്പോ? ഓക്കെ സർ. Come on. എവിടോ? ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു. Follow me. മിസ്റ്റർ ഭാസ്കർ ഇവിടെ നിൽക്കണം. രണ്ടുപേരെ ഗേറ്റിനടുത്ത് നിർത്തൂ. ഒറ്റയാളെയും പുറത്തു വിടരുത്. Come on. Move fast. പ്ലീസ്, ഒച്ച ഉണ്ടാക്കരുത്. ഞാൻ ഉപദ്രവിക്കാൻ വന്നതല്ല. ഒന്ന് കാണാൻ വേണ്ടി മാത്രം. വിശ്വസിക്കാൻ പ്രയാസമാണെന്നറിയാം. മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഇങ്ങനെ ഒരു അഭിപ്രായം കാണിക്കേണ്ടി വന്നു. ക്ഷമിക്കാം. ഇവിടെ ഈ മുറിക്കകത്ത് നിങ്ങൾ എങ്ങനെ കയറി? കയറി പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ.
പേരെങ്ങനെ മനസ്സിലായി? പേര് മാത്രമല്ല, ആനിയെക്കുറിച്ച് എല്ലാം എനിക്കറിയാം. ആനി നൃത്തം ചെയ്യാറില്ലേ? ആനി അറിയാതെ ഞാൻ ഒരുപാട് പ്രാവശ്യം ആനിയെ നോക്കി നിന്നിട്ടുണ്ട്. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയാറില്ലേ? ആദ്യം കണ്ട നിമിഷം തന്നെ ആനിയുടെ രൂപം എൻ്റെ മനസ്സിൽ പതിഞ്ഞു. തുറന്നു പറയാൻ പേടിയായിരുന്നു. സത്യം പറഞ്ഞാൽ ആനിയെ സ്നേഹിക്കാനുള്ള അർഹത എനിക്കില്ല. ആനി ആകാശത്ത് തിളങ്ങി നിൽക്കുന്നൊരു വെള്ളി നക്ഷത്രമാണ്. ഞാനൊരു പുൽക്കുടി. തെറ്റാണ് ഞാൻ ചെയ്തത്. മനോഹരിയായ ഒരു പെൺകുട്ടിയുടെ മുറിയിൽ അവൾ അറിയാതെ കയറി ചെല്ലുക പൊറുക്കാനാവാത്ത തെറ്റാണ്. ആനി എന്നെ ശിക്ഷിച്ചോളൂ. ബഹളം വെച്ച് വീട്ടുകാരെ ഉണർത്തി എന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചോളൂ. മനസ്സിലുള്ളത് തുറന്നു പറയാൻ കഴിഞ്ഞു എന്നുള്ള മനസ്സമാധാനത്തോടെ ഏത് ശിക്ഷയും ഞാൻ ഏറ്റുവാങ്ങാം. ഇന്ന് ആനിയുടെ ബർത്ത്ഡേ അല്ലേ? അതെ, എനിക്കറിയാം. മെയ് 21 ഞാൻ ഓർത്ത് വെച്ചിരിക്കുന്നൊരു ഡേറ്റാണ്. അതുകൊണ്ടുകൂടിയാണ് എത്ര ബുദ്ധിമുട്ടിയാലും ഇന്ന് ആനിയെ കണ്ടേ തീരുമെന്ന് എനിക്ക് തോന്നിയത്. ക്ഷമിക്കുക, ഇനി ഒരിക്കലും ഈ തെറ്റ് ഞാൻ ആവർത്തിക്കില്ല. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഗുഡ് നൈറ്റ്. നിങ്ങളുടെ പേരെന്താ? ടോണി. ടോണി ലോയിസ്. ഹലോ, ഗുഡ് മോർണിംഗ് സാർ. ഒരു രാത്രി മുഴുവൻ നഗരത്തിലെ പോലീസുകാർ ഒരുമിച്ച് വലവീശിയിട്ടും ഒരു ചിന്ന കള്ളനെ പിടിക്കാൻ സാധിച്ചില്ലല്ലോ സാറേ. മോശം മോശം. ബാസ്റ്റാർഡ്. എവിടുന്നാണ് സംസാരിക്കുന്നത്? എന്ത് മണ്ടൻ ചോദ്യമോ സാറേ ഇത്. ഏതെങ്കിലും ഒരു കള്ളൻ ഇതിന് മറുപടി പറയുമോ? പിന്നെ എന്നു മുതലാ നമ്മുടെ പോലീസ് കള്ളനെ പിടിക്കാൻ വേറൊരു കള്ളന്റെ സഹായം തേടി തുടങ്ങിയത്? ഇത്തരം ചീപ്പ് മാർഗങ്ങളല്ലാതെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ ശ്രമിക്കും. അതാണ് അന്തസ്. കാണാം. ഇതെന്ത് ജോലിയാ സാറേ നിങ്ങളുടെ? ഇന്നലെ ആണെങ്കിൽ വന്നില്ല, മിനിയാന്ന് പകല് മുഴുവൻ കിടന്നുറങ്ങി. ഇങ്ങനെയായി ശരിയാവില്ല. സാർ ഒരു കല്യാണം കഴിക്കണം. കല്യാണം ഒന്നും എനിക്ക് പറഞ്ഞിട്ടില്ല എൻ്റെ ജാനകിയമ്മേ. ആരും പറയണ്ട. എന്തായാലും ഞാൻ സാറിന് കാണാൻ തുടങ്ങിയിട്ട് കുറെ കാലായില്ലേ. ഓളത്തിലിട്ട പൊങ്ങുതടി പോലെയുള്ള സാറിൻ്റെ ഈ പോക്ക് അങ്ങ് നിർത്തണം. സാറാ സുരേന്ദ്രൻ മക്കീൻ്റെ മോളെ കണ്ടിട്ടുണ്ട്. നല്ല കുട്ടിയാ, നല്ലോണം പഠിപ്പുണ്ട്. സാറിന് ചേരും. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. എന്നെ കല്യാണം കഴിപ്പിച്ചേ തീരുമെന്ന് ജാനകിയമ്മയ്ക്ക് എന്താ ഇത്ര നിർബന്ധം? പിന്നെ ആരാ സാറേ ഇതൊക്കെ നോക്കാൻ? ബന്ധുക്കളില്ല, നല്ല കൂട്ടുകാരില്ല. ആരും ഇല്ലാതിരിക്കുന്നതാ സുഖം. അതില്ലാത്തത് കൊണ്ട് തോന്നുക. ഒരു കല്യാണം കഴിച്ച് 5-6 മക്കളൊക്കെ ആകുമ്പോൾ ഈ തോന്നലൊക്കെ അങ്ങ് പോവും. അതൊക്കെ ഇനി അടുത്ത ജന്മത്ത് മതി. ജാനകിയമ്മ പോയി കടുപ്പത്തിലൊരു ചായ ഉണ്ടായിക്കൊണ്ടു. ചെല്ലു. പതുക്കെ പതുക്കെ. ഇവിടെ പിടിച്ച ഇവിടെ. ആഹാ, കിടപ്പാണോ? ഓ എന്റെ കർത്താവേ. എന്തു പറ്റിയടോ? ഒന്നും പറയണ്ട സാറേ. ലോറിന്ന് ചുമ്മാ ലോഡ് ഇറക്കിയപ്പോ വെറുതെ ഒന്ന് നെഞ്ചും തല്ലി വീണു. ചുമ്മാ ലോഡ് ഇറക്കി വെറുതെ വീഴേ? കണ്ടിട്ടങ്ങനെ തോന്നുന്നില്ലല്ലോ. സത്യമാ സാറേ. അത് പോട്ടെ, നിന്നെ ഏൽപ്പിച്ച കാര്യം എന്തായി? സാറ് പറയുന്ന പോലെ ആളൊന്നും ഈ നാട്ടിലില്ല. ആര് പറഞ്ഞു? ഇന്നലെ രാത്രി അവന് ഇവിടെ ഉണ്ട്. 19 പോലീസുകാരെ ഈ ടൗൺ മുഴുവൻ കറക്കി ഓടിച്ചില്ല അവൻ. എന്നിട്ട് അവൻ അവന്റെ പാട്ടിന് പോയി. 19 പോലീസുകാർ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യം ഞാൻ ഒരുത്തം വിചാരിച്ചിട്ട് എങ്ങനെ നടക്കാനാ? എന്നെ ഒന്ന് വിട്ടേക്ക് സാറ്. അത് ശരി, അപ്പൊ നീ ഒഴിയാണ് അല്ലേ? ഓ, സാറിന് അത്ര നിർബന്ധമാണ് എന്നെ കൊണ്ട് 2 ഇടി ഇടിച്ചോ? അതിപ്പോ നീ പറയണ്ട, ഞങ്ങൾ ചെയ്തോളാം സമയമാകുമ്പോ, കേട്ടോ? സംഗതി അതൊന്നുമല്ല കേട്ടോ. മറ്റവൻ ശരിക്ക് പെരുമാറി കാണും. അങ്ങനെയാണെങ്കിൽ ഇത് വെറും സാമ്പിൾ മേടിക്കട്ടാ. 10, 12, 14, 15 നിലയുള്ള ഇനി പൊട്ടാൻ കെടുക്കുന്നുള്ളു പിള്ളേ. നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് സ്ഥലം വിട്ടോളി. എന്തിന്? പോലീസിന്റെ കൈപ്പെട്ടാല്. പോലീസ് ഇല്ലാത്ത നാടുണ്ടോ? എവിടെ പോവാൻ? കുടുങ്ങിയോ? എന്തേ?
വരുന്നത് ഞാൻ കണ്ടു, അങ്ങനെ വന്നതാ. ഞാൻ ശല്യപ്പെടുത്തല്ലോ. ഏയ്, ഇതെന്റെ ഫ്രണ്ടാ ജമാല്. ജമാൽ. ഈ കുട്ടി ആരാ? ഈ- 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 എന്റെ പേര് ആനി. ആനി ആനി ആനി. അന്ന് ഞാൻ കാണിച്ച ധൈര്യം ഓർക്കുമ്പോ എന്ന്? ടോണിക്ക് എവിടെ ജോലി? ടോണിയ? അതെ, ടോണി. ലൂയിസ് എന്നുള്ള എന്റെ സെക്കൻഡ് നെയിം ആണല്ലോ. ലൂയിസാ? എന്റെ മുഴുവൻ പേര് ടോണി ലൂയിസ് ആണെന്ന് ജമാലിന് അറിയില്ലല്ലേ? ഓ, ഞാൻ കസ്റ്റംസിലാണ്. ആ, ഞങ്ങൾ കുറച്ച് സംസാരിക്കാനുണ്ട്. വരൂ. കസ്റ്റംസിലാണല്ലേ? അതെ അതെ, ഞാനിപ്പോഴും ഡ്യൂട്ടി തന്നെ. സംശയം തോന്നിപ്പിക്കുന്ന വല്ല വള്ളമോ ബോട്ടോ കപ്പലോ കണ്ടാൽ കണ്ടാൽ ഉടനെ ചേസ് ചെയ്യേണ്ടി വരും. പിന്നെ ഇടി വെടി, പൊതുവെ റിസ്കി ജോബാ. ആനിക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ല. അന്ന് പേടിച്ച് കാണൂല്ലേ? ഞാനപ്പോൾ പറഞ്ഞതൊക്കെ അവിവേകമായി എന്ന് തോന്നുന്നുണ്ടോ? മനസ്സിലുള്ളത് പറഞ്ഞില്ലേല് വല്ലാതെ വീർപ്പ് മുട്ടും. അതുകൊണ്ടാ. ടോണി എവിടെ താമസിക്കുന്നത്? ഇവിടെ അടുത്താ. നല്ല മനോഹരമായ സായാഹ്നം. ചക്രവാളത്തിന് എന്ത് ചോപ്പ്, ആനയുടെ കവിൾത്തരം പോലെ. നല്ല സാധനമാണ് സാർ, ഒരു സംശയവും വേണ്ട. അമേരിക്കയിലേക്ക് ഇതിനിപ്പോ വലിയ ഡിമാൻഡാ. എപ്പോ കിട്ടും? വിവരം അറിയിച്ചാൽ മതി, പാർട്ടി ഉടനെ ബോംബെ നിൽക്കും. ശരി, വരാൻ പറ. ഓക്കെ സാർ. എന്റെ ഉമ്മ ഇതും കഴിക്കണ? ഇപ്പൊ തന്നെ ഫുള്ളായി. ഇടയ്ക്കൊന്ന് ഫുള്ളാവുന്നത് നല്ലതാ. നിങ്ങളൊന്നും കഴിച്ചില്ലല്ലേ? ജമാല് കഴിക്കുന്നത് കാണുന്നതാ എൻ്റെ സുഖം. ആരുടെ പേരില റിസർവേഷൻ? പ്രതിമ ജോഷി. എവിടുന്നാ വരുന്നത്? ബോംബെ അഡ്വാൻസ് വേണോ? വേണ്ട, റൂം എടുക്കുമ്പോൾ തന്നാൽ മതി. ഓക്കെ, താങ്ക്സ്. ജമാലെ, ഇവൻ ആരാണെന്നറിയാവോ? ഇല്ല. ഇവനാണ് ജോർജ്. ആളെ കൊല്ലുന്ന